വൈകുന്നേരം ഇതേ ജോലിയെല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് നമ്മൾ സ്ഥലം വരെ പോവാണ് കേട്ടോ. വേറെ കൂടില്ല, വീട്ടിലേട്ടാണ് പോകുന്നത്. അപ്പോൾ ഇച്ചിക്കൂട്ടും കൂടിയിട്ട് എടുത്തോ. അപ്പോൾ ഞാൻ ഇച്ചിക്കൂട്ടും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നാളെ വീട്ടിൽ സർപ്പമുണ്ട്. അപ്പോൾ നാളെ ആയില്യ പൂജയാണ് കേട്ടോ. നാളെ തലേ ദിവസം തന്നെ പോവുകയാണ്. കിച്ചോട്ടൻ ജോലി കഴിഞ്ഞിട്ട് അവിടെ വീട്ടിലേക്ക് വരും കേട്ടോ. അപ്പോൾ ഇച്ചിക്കൂട്ടിന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നേരെ ഒരു വീട്ടിൽ ചെന്നിട്ട് കാണാം. വീട്ടിൽ ചെന്നിപ്പോൾ എല്ലാവരും ഓരോരോ തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഓരോ പരിപാടികളാണ്. അപ്പോൾ വൈകുന്നേരത്തെ ഫുഡിൻ്റെ പരിപാടിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സാമ്പാർ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള പരിപാടി കഴുകിയ കാറിലാണ് അമ്മ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ലേറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോലിയെല്ലാം കഴിഞ്ഞ് ഇച്ചിക്കുട്ടിനെ കൂട്ടിയിട്ട് ചെല്ലണ്ടേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വൈകിപ്പോയി. പിന്നെ ബാക്കിയുള്ളത് വെല്ലുമിച്ചി ആൻറ്റിമാരൊക്കെ ഉണ്ട്. അപ്പോൾ നാളത്തേക്കുള്ള ഫുഡിന് വേണ്ടി എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നാളത്തേക്ക് ഫുഡിന് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചി അച്ചാറൊക്കെ തലേദിവസം ഇട്ട് വയ്ക്കുക. ബാക്കിയൊക്കെ നമ്മൾ ഫുഡ് നാളെ ഉണ്ടാക്കുന്നുള്ളൂ. വെളുപ്പിന് പാചകക്കാരൻ വരും കേട്ടോ. ചേട്ടൻ വരും ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഇഞ്ചിയൊക്കെ നമ്മൾ തലേദിവസം എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കും. അപ്പോൾ എല്ലാവരും ഇരുന്ന് അരിഞ്ഞ് എല്ലാം സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് പാചകം. അപ്പോൾ അത് അമ്പലം കാണിച്ചു തരാം. നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ കാവ് വീട്ടിൽ തന്നെ ഉള്ള കാവാണ്, സർപ്പക്കാവ്. അടുത്ത വ്ളോഗ്സൊക്കെ കാണുന്നവർക്കായാലും അറിയാം. എല്ലാ പ്രാവശ്യവും വ്ളോഗ് ഞാൻ ഇടാറുണ്ട്. ഇതിലും മണ്ണാർശാല ആയില്യത്തിൻ്റെ അന്നാണ് കേട്ടോ നമ്മൾ വീട്ടിലും സർപ്പങ്ങൾക്ക് നൂറും പാലൊക്കെ കൊടുക്കുന്നത്. വർഷത്തിൽ ഒരിക്കലാണ് നമ്മൾ പരിപാടിയൊക്കെ നടത്തുന്നത്. അവൻ്റെ അവിടേക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുൾ പാട്ടാണ് കേട്ടോ. നമ്മൾ പാട്ടൊക്കെ വെച്ച് എല്ലാം റെഡിയായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചേട്ടന്മാരൊക്കെ കൂടി കുരുത്തോലയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോൾ വലിയ സദ്യയൊന്നുമില്ല, ചെറിയ തട്ടിക്കൂട്ട് ഫുഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. സാമ്പാറും തോരനും അച്ചാറൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അതേ കുട്ടീസൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് പേര് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കുറച്ച് പേര് അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. അപ്പോൾ ഇച്ചിക്കൂട്ട് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുതേയും കിച്ചോറിനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു വൈബായിരുന്നു കേട്ടോ. വൈകുന്നേരം എല്ലാവരും വന്നിട്ട് അപ്പോൾ അതേ കുറച്ചൊരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ കസരയും കാര്യങ്ങളൊക്കെ കൊണ്ട് എല്ലാം സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. വൈകുന്നേരം എല്ലാവരുമായിട്ട് വൈബ് അടിച്ചിരിക്കാൻ വേണ്ടി നല്ല രസമാണ്. അപ്പോൾ നാളെയാണ് നമുക്ക് ശരിക്കും പൂജ. ഉടനെ ഇലയിൽ ചോറിനും കിട്ടിയ അവസരം ഒന്നും അവർ പാഴാക്കില്ല കേട്ടോ. അവരല്ലേ അവർക്ക് പറ്റിയ കുട്ടീസിൻ്റെ കൂടെയൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാളത്തെ ഒരു കുട്ടി വ്ളോഗുമായിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.